ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് പെട്ടെന്നൊരു മേക്കപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു ക്വിക്ക് ആൻഡ് ഫ്രഷ് മേക്കപ്പ് ലുക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ന്യൂട്രിഡോം വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം സ്കിന്നിലേക്ക് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സർക്കുലർ മോഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ആക്നെ സ്കാർസും ഡ്രൈനെസ്സും പിന്നീട് ഈ റെഡ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ സൺബേൺ കാരണം, അതുപോലുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് കളർ ബാറിൻ്റെ പെർഫെക്റ്റ് മാച്ച് പ്രൈമറാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിഡോമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ വളരെയധികം വൈകിയായിരിക്കും തിരിച്ചെത്തുക. അപ്പോൾ അത് കാരണം ചിലപ്പോൾ എൻ്റെ ഈ നോസിൻ്റെ സൈഡ് പോർഷനിലൊക്കെ ചിലപ്പോൾ ഒരു ഗ്രീസി പോലെ ചിലപ്പോൾ ഫോം ചെയ്യും. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് എക്സസ് ഓയിൽ എൻ്റെ സ്കിന്നിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും റിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫോർഹെഡ് പോർഷനിലോ അല്ലെങ്കിൽ ഐ ഏരിയയുടെ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ ബാറിൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒന്ന് കൺസീലായി കിട്ടും. പിന്നീട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ഒന്ന് സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു ഓയിൽ ഫ്രീ പ്രൈമറാണ്. പിന്നെ അതുമാത്രമല്ല ഇത് മേക്കപ്പിനെ ഒത്തിരി നേരം ക്രാക്ക് ആകാതെ നിലനിർത്താനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മിലാനി കൺസീൽ പ്ലസ് പെർഫെക്റ്റ് 2-in-1 ഫൗണ്ടേഷൻ പ്ലസ് കൺസീലറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വാം ബേജ് ആണ് 05. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കൺസീൽ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല, വളരെയധികം നാച്ചുറൽ ഫിനിഷാണ്. അപ്പോൾ സ്കിൻ ടോൺ നോക്കി തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ചാണ്. ഇത് കളർ ബാറിൻ്റെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ചാണ്. ഇതൊരു മീഡിയം ടു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് കോമ്പാക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് NC35 ആണ്. ഞാൻ സാധാരണ NC35ഉം NC42ഉം യൂസ് ചെയ്യാറുണ്ട്. കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ 211 പൗഡർ ബ്രഷ് ആണ്. ഈ ഒരു ബ്രഷ് നമ്മുടെ അണ്ടർ ഐ ഏരിയയിൽ ബേക്ക് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. മാക്കിൻ്റെ കോമ്പാക്റ്റിൽ 50+ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അത് കാരണം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഷെയ്ഡിന് സൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാനും എളുപ്പമാണ്. എന്തെങ്കിലും അൺവാണ്ടഡ് പോർസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ ബോം ബ്രോസ് മൈക്രോ ഷെയ്ഡ് ബ്രോ പെൻസിലാണ്. ഇതൊരു സൂപ്പർ സ്മൂത്ത് ബ്രോ പെൻസിലാണ്. തിൻ സ്ട്രോക്സ് തന്നെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് അത് മാത്രമല്ല ഇതിലൊരു അടിപൊളി സ്പൂലി ബ്രഷ് ഉണ്ട്. അത് കാരണം തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബ്രോസിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. താഴേക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഹുദ ബ്യൂട്ടിയുടെ ബോം ബ്രോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐബ്രോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഐബ്രോസ് ഭയങ്കര തിന്നായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ബോം ബ്രോസ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് എൻലാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെയധികം നാച്ചുറൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് പ്യോർ ബ്ലൂം എന്ന് പറയുന്ന എഡിഷൻ ആണ്. ഇതിൽ 9 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. മാറ്റ് ഷെയ്ഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഷിമ്മർ ഷെയ്ഡ്സും ഉണ്ട്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ എൻ്റെ ഐലിഡ്സിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. ഭയങ്കര നല്ല പിഗ്മെൻറ്റേഷനാണ്. അത് മാത്രമല്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനും സാധിക്കും. പല വ്യത്യസ്തമായിട്ടുള്ള ഐ മേക്കപ്സ് നമുക്ക് ഈ ഒരു പാലറ്റിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് വളരെയധികം ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതാണ് ഞാനിപ്പോൾ എൻ്റെ ഐലിഡ്സിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഓപ്റ്റ് ചെയ്തത് ബ്രിക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ എൻ്റെ വാട്ടർ ലൈനിൻ്റെ പോർഷനിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ കേളറാണ്. കേളർ ഒന്ന് ഐലാഷസിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക.
കളർ ബാറിൻ്റെ ലാഷ് ഇല്യൂഷൻ ഡ്യുവോ മസ്കാരയാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു ഡ്യുവോ മസ്കാരയാണ്, അതായത് ഇതിൻ്റെ ഒരു പോർഷനിൽ ലെങ്തനിങ് മസ്കാരയാണ് വരുന്നത്, അടുത്ത പോർഷനിൽ വോളിമൈസിങ് മസ്കാരയാണ് ഉള്ളത്. ഒരു സിഗ്സാഗ് മോഷനിൽ നന്നായിട്ടൊന്ന് മേളിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. പിന്നീട് അനാവശ്യമായിട്ടുള്ള ഫ്ലേക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഞാൻ എൻ്റെ മേളത്തെ ലാഷസിലും താഴത്തെ ലാഷസിലും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലഷ് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും സ്പൈസ് എന്ന് പറയുന്ന ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് എൻ്റെ ചീക്സിൻ്റെ പോർഷനിൽ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നൈക്കയുടെ ഒരു പൗഡർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു ഐ ഷാഡോ പാലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ചീക്ക് ടിൻ്റായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഐ ഷാഡോയിൽ വരുന്ന ആ ഷെയ്ഡ്സ് നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഷെംബോർ റൂഷ് പ്ലം ലിപ്സ്റ്റിക് ആണ് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് 706 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൽ SPF 10 കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതൊരു മെറൂണിഷ് ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വളരെ എന്താ പറയുക ഡാർക്കറായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ വളരെ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ലിപ്സിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, വളരെ സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ. പിന്നീട് നമ്മുടെ ലിപ്സിൻ്റെ പുറത്ത് എന്തെങ്കിലും ഫൈൻ ലൈൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ഇൻ ചെയ്ത് അതിനൊന്ന് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പാക്കിംഗ് ആണ്. വളരെയധികം എന്താ പറയുക ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു പാക്കിംഗ് അല്ലേ. മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്കിൻ്റെ പ്രെപ്പ് പ്ലസ് പ്രൈം ഫിക്സിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വാട്ടർ മിസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ വളരെയധികം സ്മൂത്ത് ആൻഡ് റിഫ്രഷിംഗ് ആയിട്ട് വയ്ക്കാനും ഇത് സഹായിക്കും. ഗ്രീൻ ടീ, കെമമൈൽ, ക്യുക്കമ്പറൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നോർമൽ ഒരു ഫേസ് മിസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ മേക്കപ്പിന് മുമ്പ് വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കാണിച്ചെന്ന ഈ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. പിന്നീട് ഞാനിപ്പോൾ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.